വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് സ്ഥലനിർണയം ആണ്. സ്ഥലത്തിന് യോജിച്ച ഒരു പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ പരമാവധി സമചതുരം ആയിരുന്നാൽ ദീർഘചതുരത്തേക്കാൾ പെട്ടെന്ന് പണികൾ തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് സമചതുരവും ദീർഘചതുരവും തമ്മിലുണ്ടാകുന്ന വ്യത്യാസവും അതിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ ഒന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കണക്കാക്കുന്നത്. ആദ്യമായി മൺഡേ റൂട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വീട് നിർമ്മാണം ആരംഭിക്കുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് സ്ഥലനിർണയം ആണ്. എവിടെയാണ് വീട് വയ്ക്കാൻ പോകുന്നത് എന്നുള്ള തീരുമാനം. അപ്പോൾ പരമാവധി ആളുകൾ കിഴക്ക് ദർശനമാണ് ആഗ്രഹിക്കുന്നത്. കിഴക്ക് ദർശനം കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് വടക്ക് ദർശനം ആണ്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ ഇത് വാസ്തുവാണ്, വാസ്തു സംബന്ധമായ കാര്യങ്ങളാണ്, അത് വാസ്തുവും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളേവരും ആഗ്രഹിക്കുന്നത് ആദ്യം വീട് കിഴക്ക് ദർശനത്തിൽ കിട്ടണം, അവിടെ ഉണ്ടാക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ രണ്ടാമതായിട്ടുള്ള ചോയ്സാണ് വടക്ക് ദർശനം എന്ന് പറയുന്നത്. വടക്ക് ദർശനമായിരുന്നാലും തെറ്റൊന്നും പറയാനില്ല. പക്ഷെ കിഴക്കായാലും വടക്കായിരുന്നാലും ഏത് വശത്തായിരുന്നാലും വീടിൻ്റെ വിസ്തീർണം സമചതുരാകൃതിയിലായിരുന്നാൽ വളരെ പെട്ടെന്ന് പണി തീർക്കുവാൻ സാധിക്കും എന്നൊരു ചൊല്ല് പഴയ കാലം മുതലേ ഉണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മന്ത്രവാദമൊന്നുമല്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സമചതുരമായിരുന്നാൽ പണികൾക്ക് ആവശ്യമായ മെറ്റീരിയലുകളുടെ അളവ് വളരെ കുറച്ചു മതി. അതുപോലെ ലേബർ ചാർജും വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. അതിന് തെളിവായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ റൂമിൻ്റെ ഒരു കണക്കെടുത്താൽ മതി. ബാക്കി നമുക്ക് വീടിൻ്റെ കാര്യത്തിലേക്ക് അത് നിങ്ങൾ തന്നെ എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടാൽ മതി. ഞാനൊരു 10x10 എന്ന് പറയുന്ന ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റൂം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കട്ടയുടെ, അതായത് ഇഷ്ടികയുടെ, സിമൻറ്റ് കട്ടയായിരുന്നാലും ഇഷ്ടിക ആയിരുന്നാലും ഏതായിരുന്നാലും ആ കട്ടയുടെ അളവും അതിൽ വരുന്ന വ്യത്യാസവുമാണ് ഞാൻ പറയുന്നത്. അതായത് 10x10 എന്ന് പറയുമ്പോൾ 10 അടി നീളവും 10 അടി വീതിയും. അപ്പോൾ 100 സ്ക്വയർ ഫീറ്റാണ് ആ റൂമിന്. ഇതേ സമയം തന്നെ ദീർഘചതുരാകൃതിയിലുള്ള ഒരു റൂം, അത് ഒരു 20 അടി നീളവും ഒരു 5 അടി വീതിയും എന്ന് കണക്കാക്കിക്കും. രണ്ടിനും 100 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തേതിന് ഒരു വശത്തേക്ക് 1 അടി നീളത്തിലുള്ള 10 കട്ടകൾ വെച്ചാൽ നീളം കറക്റ്റാവും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സിമൻറ്റ് കട്ടകളുടെ അളവെന്ന് പറയുന്നത് 1 അടി നീളം 8 ഇഞ്ച് വീതി 6 ഇഞ്ച് കനം എന്നുള്ളതാണ്. ഭിത്തിക്ക് 6 ഇഞ്ച് കനം മതിയെന്നുണ്ടെങ്കിൽ കട്ടയുടെ ഉയരം 8 ഇഞ്ച് കിട്ടും, തിരിച്ചു വയ്ക്കാം. അതല്ല ഭിത്തിയുടെ കനം 8 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ കട്ട ചരിച്ചു വെച്ചാൽ 8 ഇഞ്ച് കനവും 6 ഇഞ്ച് ഉയരവും കിട്ടും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വശത്തേക്ക് കെട്ടുവാൻ ഉപയോഗിക്കുന്ന കട്ടയുടെ നീളം 10 കട്ടയാണ്. അപ്പോൾ 10 അടി കിട്ടി. അങ്ങനെ 4 വശമാകുമ്പോൾ ഒരു ലെയർ കട്ട വയ്ക്കുന്നതിന് 4 വശത്തേക്കും കൂടി 40 കട്ടയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ 6 ഇഞ്ച് ഉയരമുള്ള കട്ട അടുക്കി മുകളിലേക്ക് നമുക്ക് ആവശ്യം 10 അടി ഉയരവുമാണ് വേണ്ടത്. ഈ 10 അടി ഉയരത്തിന് 20 ലെയർ കട്ടയും വയ്ക്കണം. അപ്പം മൊത്തം വരുന്ന ഒരു കട്ടയുടെ 4 വശത്തുമുള്ള കട്ടയുടെ അളവെന്ന് പറഞ്ഞിരുന്നാൽ 40 × 20 = 800 ആണ്. 800 കട്ടയുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിനാവശ്യമായ എല്ലാ
കംപ്ലീറ്റ് കട്ടകളും അത് 800 കട്ട കൊണ്ട് നമുക്ക് ചെയ്യാം. കുറച്ച് ഇച്ചിരിയൊക്കെ ബാക്കിയും വരും. പക്ഷേ ഇതിനകത്ത് ഇനി വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ വാതിലിൻ്റെ ജനലിൻ്റെ ഒന്നും ഇപ്പോൾ കൂട്ടുന്നില്ല. അത് അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. വാതിലിൻ്റെ ജനൽ വയ്ക്കുമ്പോൾ അത്രയും അളവും കൂടി കട്ടയുടെ അളവ് കുറയ്ക്കാം. ഇപ്പോൾ ഇതൊരു ഞാനൊരു സാമാന്യ വിവരണം നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ 800 കട്ട എന്നുള്ളൊരു കണക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തതായി 20x5 എന്ന് പറയുന്ന അതും 100 സ്ക്വയർ ഫീറ്റാണ് ഒരു റൂം. അതിലേക്ക് കെട്ടുമ്പോൾ ഇതേ കട്ട തന്നെ താഴെ ഒരു ലെയർ വയ്ക്കുന്നതിന് 50 കട്ട വേണം. നിങ്ങൾ കണക്കൂട്ടി നോക്കിക്കോളൂ, 50 കട്ട വേണം. അപ്പോൾ 50 വെച്ച് 20 കട്ടയുടെ ഉയരം കിട്ടണം. 10 അടിക്ക് വേണ്ടിയിട്ട് 20 ലെയർ വയ്ക്കുമ്പോൾ അവിടെ അതിന് 1000 കട്ട വേണം. അതായത് 10x10 സ്ക്വയറായിട്ടുള്ള റൂമിന് 800 കട്ടയുടെ ആവശ്യവും 20x5 എന്ന റൂമിന് അതിനും 100 സ്ക്വയർ ഫീറ്റാണ് കിട്ടുന്നത്, അതിന് 1000 കട്ടയും വേണം. അപ്പോൾ 200 കട്ടയുടെ ഈ വ്യത്യാസം എന്ന് പറയുന്നത് അത് മെറ്റീരിയൽ കോസ്റ്റിലും ലേബർ ചാർജിലും എല്ലാത്തിലും അത് പ്രകടമാവും. അതുപോലെ സമയവും. അപ്പോൾ ഇങ്ങനെ സമചതുരത്തിലുള്ള വീട് തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ പണി പെട്ടെന്ന് തീരുമെന്ന് പറയുന്നതിന് വലിയ ഉപോത്ബലവും വലിയ ഇതൊന്നും അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. അതുള്ളതാണ്, സത്യമാണ്. ഇപ്പോൾ തന്നെ 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മുറിയുടെ ചിലവിൻ്റെ കാര്യത്തിൽ വന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ചെറിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീടിൻ്റെ പ്ലാൻ നിശ്ചയിക്കുമ്പോൾ സമചതുരാകൃതി തന്നെ തിരഞ്ഞെടുക്കണം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊന്നും സാരമില്ല, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ വലിയ വ്യത്യാസം വരുത്തരുത്. അതുകൊണ്ട് സമചതുരത്തിലേക്ക് തന്നെ ഉള്ള അളവുകൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി വേറെ ചില കാര്യങ്ങളുണ്ട്, നിറയെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും, അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് കണക്കാക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിലെ ചെലവ് ചുരുക്കുവാൻ എത്രത്തോളം നമുക്ക് സാധിക്കും എന്നുള്ളത് കാര്യം. അതുപോലെ ഇനി വാതിലുകളുടെ കാര്യമാണ്. വാതിലുകൾ വയ്ക്കുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഓരോ വാതിലുകൾ മാത്രം മതി തടി കൊണ്ടുള്ളത്. ബാക്കി അകത്തുള്ള വാതിലുകൾക്കൊന്നും ഫ്രെയിമിൻ്റെ തന്നെ ആവശ്യമില്ല. അതിന് ഓരോ തടിയുടെ പ്ലഗ് ഭിത്തിയിൽ ഉറപ്പിച്ച് വെച്ച് പ്ലാസ്റ്റർ ചെയ്തെടുത്താൽ മതിയാകും. ഒരു 4 ഇഞ്ചസ് വയ്ക്കാൻ പാകത്തിന് 4 പ്ലഗ് വയ്ച്ചോളും. ഒരു വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഭംഗിയായി അതിൽ ഉറപ്പിച്ചാൽ മതി. തന്നെയല്ല, വലിയ ഭാരമുള്ള ഡോറുകളൊന്നും അകത്തെ റൂമുകൾക്ക് ഉപയോഗിക്കേണ്ടതില്ല. അതിനെല്ലാം ഫൈബറിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്, ധാരാളം കിട്ടുന്നുണ്ട്. പലതരത്തിലുള്ള ഡോറുകൾ റെഡിമെയ്ഡായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവ വാങ്ങിയാൽ മതിയാകും. ഇനി വിൻഡോസിൻ്റെ കാര്യം എടുത്തിരുന്നാൽ, വീടിൻ്റെ ഉള്ളിലുള്ള ഭിത്തികളിലൊന്നും വിൻഡോ വയ്ക്കേണ്ടതില്ല. പുറമേ ഉള്ള ഭിത്തികളിൽ മാത്രമേ ഉള്ളൂ വിൻഡോ വയ്ക്കുന്നത്. ആ വിൻഡോയ്ക്ക് തടിയുടെ ആവശ്യം ഇല്ല. എന്താണെന്ന് വെച്ചാൽ, തടി അവിടെ വെച്ചിരുന്നാൽ, ഭിത്തിയിൽ തടി ഉറപ്പിച്ച് വെച്ചിരുന്നാൽ കുറച്ച് കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് ചെതൽ കയറി അത് നശിച്ചു പോകും. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെതൽ കയറുന്നതിൻ്റെ കാര്യം. നമ്മളറിയാതെ നമ്മുടെ വീട്ടിൽ കുറേ പേര് കയറി താമസിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വളരെയധികം പറഞ്ഞിട്ടുണ്ട് മുൻപ്. നിങ്ങളത് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സിമൻറ്റിലുണ്ടാക്കിയ ജനലുകൾ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ബലക്ഷയമൊന്നും വരികയുമില്ല. കാഴ്ചയ്ക്കും നല്ല ഭംഗിയായിട്ടുള്ള വിൻഡോകൾ വാങ്ങുവാൻ കിട്ടും. തടി പോലെ തന്നെ ഇരിക്കും. അങ്ങനെ തടിയുടെ നിറം പെയിൻ്റ് അടിക്കുകയും ചെയ്യാൻ പറ്റും. അതുപോലെ ജനലിൻ്റെ അഴികളിൽ വലിയ കനം കൂടിയ MS ഉപയോഗിക്കണമെന്നില്ല. അതിനുള്ള റാഡുകളെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് തിക്നെസ് എന്ന് പറയുന്നത് 8 mm ആണ്. ആ 8 mm തിക്നെസ് ഉപയോഗിച്ചാൽ മതിയാകും, ധാരാളം മതിയാകും. എത്ര കനം കൂടിയ റാഡുകൾ ഉപയോഗിച്ചിരുന്നാലും അതിൻ്റെ കിട്ടാവുന്ന ബലമെന്ന് പറയുന്നത് രണ്ടിനും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 8 mm റാഡ് ഉപയോഗിച്ചാൽ മതി. പട്ടയെല്ലാം 1/2 ഇഞ്ചിൻ്റെ പട്ടയും ഉപയോഗിച്ചാൽ മതിയാകും. അങ്ങനെ
പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പണികളെല്ലാം ചെയ്യുന്നതിന് നല്ല പരിചയമുള്ള, അത് ജോലി ചെയ്ത് പരിചയമുള്ള മേസന്മാരെ കൊണ്ട് വേണം ഇത്തരം ജോലികളെല്ലാം ചെയ്യിക്കേണ്ടത്. എന്നാൽ മാത്രമേ അതിൻ്റെ വൃത്തിയും ഭംഗിയും ഒക്കെ കിട്ടുകയുമുള്ളൂ. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്ത ബാക്കി കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇത് ഉപകാരപ്പെടുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. ഞാൻ ഇതിൻ്റെ വിശദമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണക്ക് കൂട്ടി എഴുതി നോക്കുമ്പോൾ ഏതാണ്ടൊരു 120 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിൽ ഇപ്പം ഞാൻ 6-7 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിറയെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ, നിങ്ങൾക്കത് കേൾക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.